കാർഷിക യന്ത്രോപകരണങ്ങളുടെ സർവീസ് ക്യാമ്പ് നടത്തി. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം പന്മനയിൽ സംഘടിപ്പിച്ചു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും കൊല്ലം കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും നേതൃത്വത്തിലാണ് കാർഷിക യന്ത്രോപകരണങ്ങളുടെ സർവീസ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം പന്മന ആശ്രമത്തിൽ നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു. അത് കാലാകാലങ്ങളിൽ മെയിൻറ്റെയിൻ ചെയ്യണം. എന്തായാലും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങളുടെ കയ്യിലുള്ള സ്കൂട്ടർ, നിങ്ങളുടെ കയ്യിലുള്ള കാറ് എല്ലാം കൃത്യമായിട്ട് നമ്മൾ ഷോറൂമുകാർ വിളിച്ചിട്ട് പോയി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ കാർഷിക ഉൽപ്പന്ന ഉപകരണങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതിന്റെ ഭാഗമായി അത് വലിയ നഷ്ടമായിട്ട് മാറും. ഇപ്പൊ അതിന് സബ്സിഡി ഉണ്ട്. ഇവിടെ ഇപ്പൊ ചെയ്യുന്നത് 1000 രൂപ വരെ സൗജന്യമാണ്. 1000-ന് മുകളിൽ 25% വരെ സബ്സിഡി റേറ്റാണ്. ചെറിയൊരു പൈസ അടച്ചാൽ അപ്പൊ 1000 വരെ സൗജന്യം. അതിന് ചെലവാകുന്നത് എത്ര രൂപയാണോ അതിന്റെ 25% സബ്സിഡിയോടുകൂടിയുള്ള സഹായം. ബാക്കി വരുന്നത് മാത്രമേ കൃഷിക്കാരടക്കേണ്ടതുള്ളൂ. അപ്പൊ അത് ഇന്നത്തെ ഈ ക്യാമ്പ് കൊണ്ട് അവസാനിപ്പിക്കുക എന്നുള്ളതല്ല, ഇതൊരു തുടക്കം തരത്തിൽ ഈ ക്യാമ്പിൽ ഇത് വെക്കുകയാണ്. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു. എല്ലാ വർഷവും നമ്മുടെ എല്ലാ ബ്ലോക്ക് തലങ്ങളിലും സംഘടിപ്പിക്കപ്പെടുന്നതാണ്. പലപ്പോഴും വേണ്ടത്ര ഗൗരവത്തിൽ അല്ലെങ്കിൽ പരിഗണനയിൽ ഇത്തരം ക്യാമ്പുകൾക്ക് കിട്ടാറില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൃഷിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും സ്ഥിരമായി വരുന്ന കൃഷിയെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകൾ മാത്രമാണ് നമുക്ക് എപ്പോഴും നമ്മുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളിലും കാണാൻ സാധിക്കാറുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളും ഗവൺമെന്റുകളും എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ കാർഷിക രംഗത്തെ കൂടുതൽ ശാക്തീകരിക്കുവാനുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് എങ്കിലും അതൊക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് എത്രത്തോളം അതിൽ ജനകീയ പങ്കാളിത്തം ഉണ്ടാകുന്നു എന്നത് നമുക്ക് വളരെ കൂടുതൽ ആലോചിക്കേണ്ടതാണ്. 1000 രൂപ വരെയുള്ള റിപ്പയർ വർക്കുകൾ സൗജന്യമായാണ് നൽകിയത്. 1000 രൂപയ്ക്ക് മുകളിൽ വരുന്ന സ്പെയർ പാർട്സുകൾക്ക് 25% സബ്സിഡിയും നൽകി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സോണൽ സലീം സ്വാഗതം പറഞ്ഞു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്യാംകൃഷ്ണൻ R പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. കാർഷിക മേഖലയെ സമ്പുഷ്ടവൽക്കരിക്കാൻ ആവശ്യമായ ക്രിയാത്മക പ്രവർത്തനം ഏർപ്പെടുക എന്നത് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പന്മന ആശ്രമം പോലെയുള്ള മഹനീയമായ ഒരു സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ചാണ് നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് ആശ്രമത്തെ ബഹുമാനരാണ് സൗകര്യം ഒരുക്കി തന്നിട്ടുള്ളത്. ഇവിടെ എത്തപ്പെട്ടവരെല്ലാം കാർഷിക വൃത്തിയിൽ സജീവമായി ഇടപെടുന്നവരാണ്. അവരെല്ലാവരും ഈ രംഗത്ത് അധികകാലമായി പ്രവർത്തിക്കുന്നവരാണ്. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ നിൽക്കുന്നതെന്ന് നമുക്കറിയാം. പലപ്പോഴും വ്യക്തിപരമായി എല്ലാം സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ചും പരിമിതികളെ സംബന്ധിച്ചും ഒക്കെ നേരിട്ട് ബോധ്യമുള്ള ഒരാളെന്ന നിലയിൽ ആ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇടയിലും കാർഷിക വൃത്തിയോടുള്ള അഭിരുചിയും താല്പര്യവും പൊതുരംഗത്ത് ഈ മേഖലയിൽ നിൽക്കണമെന്നുള്ള ആഗ്രഹവും കൊണ്ട് തന്നെയാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൊച്ചുറ്റിൽ ഋഷീന, ഹൻസിയ, ദീപ്തി S നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.